എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് CPM-ൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. CPM-ലെ പൊട്ടിത്തെറികൾ, CPM-ലെ തമ്മിൽ തല്ലുകൾ, CPM-ലെ കാലുവാരലുകൾ. ആരാണ് ജയിക്കാൻ പോകുന്നത്? അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാലോ, ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിദയനീയമായി CPM പരാജയപ്പെടുന്നു. 26 സീറ്റുകൾ മാത്രമേ CPM-ന് ലഭിച്ചിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ CPM-ന്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് തോൽവി ആയിരുന്നില്ല ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് നമുക്കറിയാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു, അതിദയനീയമായി തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു. കേവലം ഒരൊറ്റ സീറ്റ് മാത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. അത് കഴിഞ്ഞ് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, ഈ താഴെത്തട്ടിൽ ഏറ്റവും പ്രവർത്തന സജ്ജമായ പാർട്ടി എന്ന് പറയുന്നത് CPM എന്ന് തന്നെയാണ് കേരളത്തിൽ. അടിസ്ഥാന എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ എല്ലാവരും പരിഗണിച്ചിരുന്നത് CPM-നെ തന്നെയായിരുന്നു. സുശക്തമായ ഒരു സംഘടനാ സംവിധാനം പാർട്ടിക്ക് താഴെത്തട്ടിലുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിന് അത്തരത്തിൽപ്പെട്ട ഒരു താഴെത്തട്ടിലുള്ള ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഇല്ല എന്ന് നമുക്കറിയാം. BJP അത്തരത്തിലുള്ള സംഘടനാ സംവിധാനം കെട്ടിപ്പടുത്തു വരുന്നതേയുള്ളൂ. അപ്പോൾ ആ സ്ഥിതിയിൽ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഈ താഴെത്തട്ടിൽ സംഘടനാ തലത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നത് CPM എന്ന് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM-ന് എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതിദയനീയമായി CPM പരാജയപ്പെടുന്നു. അങ്ങനെ 2 തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിദയനീയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പരാജയത്തിലേക്ക് CPM എത്തുന്നത്. CPM യഥാർത്ഥത്തിൽ കരുതിയിരുന്നത് 3-ാം തവണയും പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ ഉണ്ടാവുമെന്നായിരുന്നു. അതിനുള്ള എല്ലാ കോപ്പും അവർ കൂട്ടി. പക്ഷേ അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട്, അവരെ ആകെ സ്തബ്ധരാക്കിക്കൊണ്ട് അതിദയനീയമായി പാർട്ടി തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പിണറായി വിജയനെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ് പരാജയത്തിന് കാരണം അല്ലേ? ഈ ദയനീയമായ പരാജയത്തിലേക്ക് പാർട്ടിയെ നയിച്ചത് എന്താണ് ഈ പരാജയ കാരണം എന്നുള്ളതിന് പാർട്ടി തന്നെ ബ്രാഞ്ച് തലം മുതൽ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റികളും ഉൾപ്പെടെയുള്ള എല്ലാ കമ്മിറ്റികളും അല്ലേ, CPM-ന്റെ എല്ലാ കമ്മിറ്റികളും ഇക്കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ഒരു 1.5 മാസത്തിനിടെ വളരെ സജീവമായ ചർച്ചകളാണ് പാർട്ടിയിൽ നടന്നത്. ആ ചർച്ചകളിലൊക്കെ തന്നെയും മാധ്യമ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരും വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയൻ നേർക്കാണ്. പിണറായി വിജയനാണ് ഈ പരാജയത്തിന് ഉത്തരവാദി. കാരണം പിണറായി പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചത്. പിണറായി സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട്, സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം മകന് വേണ്ടിയിട്ട്, മാത്രവുമല്ല തനിക്ക് ശേഷം ആരും ഉണ്ടാവാൻ പാടില്ല, പാർട്ടി താനായിരിക്കണം. ആ രീതിയിലുള്ള പിണറായി വിജയൻ്റെ ഏകാധിപത്യ സ്വഭാവം, തൻ്റെ കൂടെ നിൽക്കുന്നവരെ മാത്രം ഞാൻ സംരക്ഷിക്കും, തന്നെക്കാൾ മുകളിൽ ആരും വരാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് പിടിവാശികൾ, അതാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ ഈ രീതിയിലേക്ക് എത്തിച്ചത് എന്ന് പൊതുവെ എല്ലാവരും കരുതുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ തന്നെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പാർട്ടിയുടെ കോട്ട എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ തളിപ്പറമ്പും പയ്യന്നൂരും. ഈ രണ്ട് മണ്ഡലങ്ങൾ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ മിക്കവാറും മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ മിക്കവാറും മണ്ഡലങ്ങൾ, മാത്രവുമല്ല സംസ്ഥാനത്തിന്റെ പല ഭാഗത്തേക്കും അതിൻ്റെ ഒരു അലയടികൾ പടരുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പാർട്ടി കോട്ടയായ കണ്ണൂർ തന്നെ തകർന്നു. ഈ തകർച്ചക്കൊക്കെ ഉത്തരവാദി എന്ന് പറയുന്നത് ഇതിനുള്ള ഒരു കേന്ദ്ര സ്ഥാനത്ത് പാർട്ടി പ്രവർത്തകർ കാണുന്നത് പിണറായി വിജയനെയാണ്. പിണറായി വിജയനെയും പിണറായി വിജയന്റെ ആശ്രിതരെയും അല്ലെങ്കിൽ പിണറായി ഭക്തരെയുമാണ് കണ്ടത്. അപ്പൊ എന്താണ് പാർട്ടിയെ രക്ഷിക്കാൻ ഇനി ചെയ്യുക? എല്ലാവർക്കും അറിയാം പാർട്ടിയെ രക്ഷിക്കാൻ ആകെ ചെയ്യേണ്ടത് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതൃത്വം മാറുക എന്നുള്ളതാണ്. അതായത് പിണറായി വിജയൻ മാറുക എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ. അതായത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഞങ്ങൾക്ക് വേണ്ട, പിണറായി വിജയൻ വേണ്ട, അങ്ങനെയായിരുന്നല്ലോ തിരഞ്ഞെടുപ്പ് പ്രചാരണം നമുക്കൊക്കെ അറിയാം. ഞാനല്ലാതെ മറ്റാരുണ്ട്? അതാണ് പിണറായി വിജയൻ ചോദിച്ചത്. പിണറായി വിജയൻ കേരളീയ സമൂഹത്തോട് ചോദിച്ചത്, നിങ്ങളെ നയിക്കാൻ ഞാനല്ലാതെ മറ്റാരുണ്ട്? നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൂറ്റൻ ഹോർഡിങ്ങുകൾ?
ആ ഹോർഡിങ്ങുകളിൽ ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് നമ്മുടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച ഒരു ഹാസ്യ കഥാപാത്രം പറയുന്നത് പോലെ, ഒരു കോമാളി കഥാപാത്രം പറയുന്നത് പോലെ ഒരു കോമാളിയായി പിണറായി വിജയൻ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു. ആരാണ് വോട്ട് ചെയ്യുക? ആരാ വോട്ട് ചെയ്യുക? ജനങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നു. ഇയാളല്ലാതെ വേറെ ആരാണുള്ളത്? ഇയാളല്ലാതെ വേറെ ആരാണുള്ളത്? ഇയാളെ ഞങ്ങൾക്ക് വേണ്ട. കാരണം പിണറായി എന്ന് പറയുന്ന ധാർഷ്ട്യത്തിൻ്റെ, അല്ലെ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറഞ്ഞാൽ ചില മൂല്യങ്ങളുണ്ട്. ആ ഒരു മൂല്യവും ജീവിതത്തിൽ പാലിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്നേ വരെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാന്നേ. കാരണം ഓരോന്നും പിണറായി വിജയന്റെ ജീവിത പുസ്തകത്തിലെ ഓരോ ഏടുകൾ നമ്മൾ മറിക്കുമ്പോഴും നമ്മൾ കാണുന്നത് പിണറായി വിജയൻ നിലകൊണ്ടത് പിണറായി വിജയന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഈ നാടിന്റെ അഭിവൃദ്ധിക്കോ നാടിന്റെ ക്ഷേമത്തിനോ ഒന്നുമല്ല. അത് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അതായത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഈ കമ്പനി, ഈ IT കമ്പനി ഉണ്ട്, ലെക്സാലോജിക് എന്ന് പറയുന്ന IT കമ്പനി. ഈ IT കമ്പനി കേരളത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദോഷമുണ്ടാക്കുന്ന കമ്പനി നടത്തുന്ന കരിമണൽ കർത്തായുമായി ഒരു വ്യാവസായിക ഉടമ്പടിയിൽ, ഒരു സാമ്പത്തിക ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളും ഇത്തരത്തിൽപ്പെട്ട ഒരു ഇടപാട് ഒരിക്കലും നടത്തില്ല. ഈ ഇടപാടിലെ ദുരൂഹതകൾ അത് വേറെ കിടക്കുന്നു. ഈ ഇടപാട് മാസപ്പടി ആ കാര്യങ്ങളിലേക്കല്ല ഞാൻ കിടക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. മാസപ്പടി വാങ്ങിയ കാര്യവും എന്തിനു വേണ്ടി മാസപ്പടി വാങ്ങി എന്നതൊക്കെ അറിയാം. പക്ഷെ ഞാനിതിന്റെ തുടക്കമാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ മകൾ നാടിന് ദോഷം ചെയ്യുന്ന, പ്രത്യേകിച്ചും ആ കമ്പനിയെ നിയന്ത്രിക്കേണ്ട ആളുടെ വകുപ്പ്, അല്ലെ, ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ കമ്പനിയെ നിയന്ത്രിക്കേണ്ടതായ വകുപ്പ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ്, ആ ബോർഡിന്റെ അധിപൻ എന്ന് പറയുന്നത് തൻ്റെ അച്ഛനായ മുഖ്യമന്ത്രിയാണ്. ആ കമ്പനി അവിടെ പ്രവർത്തിക്കണമെങ്കിൽ പിണറായി വിജയന്റെ പച്ചക്കൊടി വേണം, പിണറായി വിജയൻ അനുവദിക്കണം. ആ രീതിയിലുള്ള ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ, അങ്ങനത്തെ ഒരു അവസ്ഥ പിണറായി തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്റെ കൈവശത്തേക്ക് കൊണ്ടുവന്നത്, IT തന്റെ കൈവശത്തേക്ക് കൊണ്ടുവന്നത് പിണറായി വിജയൻ തന്നെയാണ്. അപ്പൊ ഇതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് പിണറായി വിജയന്റെ മകൾ പോയിങ്ങാണ്ട് നേരിട്ട് ആ കമ്പനിയുമായി ഇടപാട്. ലോകത്ത് എത്ര കമ്പനികളുണ്ട്, പക്ഷെ ഈ കമ്പനിയുമായി ഇടപാട് എന്തിടപാടാണ് ആർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. എന്ത് സേവനമാണ് നൽകിയത് അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ എല്ലാവർക്കും ഒരു കാര്യം അറിയാം, മാസം 8 ലക്ഷം രൂപ, മാസം 8 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് എത്തി. ആരുടെ അക്കൗണ്ടിലേക്ക്? വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക്. അപ്പൊ അക്കൗണ്ടിലേക്ക് എത്തിയത് മാസം 8 ലക്ഷമാണെന്ന് പറഞ്ഞാൽ വർഷത്തിലല്ല, ഒരു പ്രത്യേക ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു 3 വർഷത്തിനകം ആ അക്കൗണ്ടിലേക്ക് എത്തിയത് 2.78 കോടി രൂപ. നിങ്ങൾ നോക്കണം, 2.25 കോടി രൂപ, അത്രയും തുക ഒരു കാര്യവുമില്ലാതെ പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് എത്തി. അത് സംബന്ധിച്ച കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്നുള്ള ED അന്വേഷണം നടന്നുകൊണ്ട് വരുന്നു. 2 തവണ മൊഴിയെടുത്തു. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെയും മകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു നേതാവും തന്റെ മകളെ ഇത്തരം ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കില്ല. അത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കെതിരാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾ കമ്പനി നടത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചില നിഷ്കളങ്കരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, കമ്പനി നടത്തിക്കോട്ടെ, അവരവരുടേതായ കമ്പനി നടത്തിക്കോട്ടെ. പക്ഷേ അവര് ഈ രീതിയിൽ അച്ഛൻ നിയന്ത്രിക്കുന്ന വകുപ്പുകൾ, ആ വകുപ്പുകളുടെ പിൻബലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുമായി ഇടപാടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. തനിക്ക് കോഴപ്പണം വേണം, അല്ലെങ്കിൽ തന്റെ അച്ഛന് കിട്ടേണ്ട കൈക്കൂലി താൻ വാങ്ങിക്കൊള്ളാം എന്ന രീതിയിലുള്ള. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കേരളത്തിൽ ഇന്നോളം കാണാത്ത എല്ലാ തരത്തിലുമുള്ള അഴിമതികളും അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട കെടുകാര്യസ്ഥതകളും അല്ലെങ്കിൽ ഈ അധാർമികതയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളൊക്കെയായിരുന്നു പിണറായി വിജയൻ പ്രവർത്തിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിന് കൂടെ പിണറായി വിജയന്റെ ഈ പറയുന്ന ധാർഷ്ട്യം. സാധാരണ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് പറയുന്നത് ജലത്തിൽ മീനുകളെ എന്ന പോലെ, അങ്ങനെയാണ് പറയാ, എന്താണ് പറയുക, സമുദ്രത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ മീനുകളെ എന്ന പോലെ ജനങ്ങളുമായി ഇടപഴകണമെന്ന് പറയുന്നത്. ജലമില്ലാതെ മീനുകൾക്ക് അസ്തിത്വമില്ലല്ലോ, മീനുകൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. മീനുകൾക്ക് എങ്ങനെയാണോ ജലം വേണ്ടത്, അതേപോലെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ജനങ്ങൾ എന്നാ പറയുന്നത്. ജനങ്ങളാകുന്ന സമുദ്രത്തിൽ അതിൽ ജീവിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് പറയുന്നത്. ജനങ്ങളില്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളില്ല. പക്ഷെ പിണറായി വിജയന് ജനങ്ങളില്ലായിരുന്നു. പിണറായിക്ക് പിണറായി മാത്രമായിരുന്നു, പിണറായി കുടുംബവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് സഖാവെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ പുഞ്ചിരിയോടെ എന്നാ ചോദിക്കടോ എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം താൻ വീട്ടിൽ പോയി ചോദിക്കടോ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം, അല്ലേ?
താൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടി ഒന്ന് സെൽഫി എടുത്തോട്ടെ സഖാവെ എന്ന് ചോദിക്കുമ്പോൾ മാറി നിൽക്ക് എന്ന് പറയുന്ന ധാർഷ്ട്യം, പത്രക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ധാർഷ്ട്യം, ഡാഷിന്റെ മോനെ എന്ന് ഒരു മുഖ്യമന്ത്രിയെ, അയൽ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയെ ഡാഷിന്റെ മോനെ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലെ ഒരു നേതാവിനെ NK പ്രേമചന്ദ്രനെ അയാൾ പരനാറിയാണ് എന്ന് വിളിക്കുന്ന, ഒരു ബിഷപ്പിനെ അയാൾ നികൃഷ്ട ജീവിയാണ് എന്ന് വിളിക്കുന്ന, സ്വന്തം കൂടെ നിന്ന് ഇത്രയും കാലം പാർട്ടിക്കൊപ്പം നിന്ന TP ചന്ദ്രശേഖരൻ സഖാവെ ഇതല്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞുകൊണ്ട് വഴിപിരിഞ്ഞു പോയപ്പോൾ അയാളെ ഞാൻ പറയുന്നില്ല, അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട്, അയാളെ 51 വെട്ടുവെട്ടി കൊല്ലാൻ വേണ്ടിയിട്ട് പിണറായി നിർദ്ദേശിച്ചു എന്ന രീതിയിലുള്ള തെളിവുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി ആ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നത് വസ്തുതർക്കത്തിന്റെ പേരിലല്ല, മോഷണ ശ്രമത്തിന്റെ പേരിലല്ല, ഒന്നുമല്ല. പിണറായി വിജയനോടുള്ള വിയോജിപ്പ് പ്രകടമാക്കി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആ ഒരൊറ്റ കാരണം കൊണ്ട് 51 വെട്ടുവെട്ടി കൊന്നു ആരെ? TP ചന്ദ്രശേഖരൻ അല്ലേ? എന്നിട്ട് പോലും അയാൾ കുലംകുത്തിയാണ്. അവിടെയാണ് മരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ആ ചിതയുടെ കനൽ എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ പറഞ്ഞു അയാൾ കുലംകുത്തിയാണ്, ഇപ്പോഴും കുലംകുത്തിയാണ് എന്ന് പറഞ്ഞ മനുഷ്യത്വമില്ലായ്മ. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു തോൽവിയിലേക്ക് നയിച്ചത്. പിണറായി വിജയന്റെ യാത്രകൾ അല്ലേ? ബസ്സിൽ നിന്നിറങ്ങാൻ ലിഫ്റ്റ്, ഒരു സ്റ്റേജിലേക്ക് പോകാൻ ഒരു 10 മീറ്റർ കൂടി നടക്കാൻ പറ്റാത്തത് കൊണ്ട് 26 സ്കൂളുകളുടെ മതിലുകൾ പൊളിക്കുന്നു. തന്റെ നേരെ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നു, എന്നിട്ട് അർമാദിച്ച് ചിരിക്കുന്നു, എന്നിട്ട് പറയുന്നു അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ആനക്കള്ളങ്ങൾ പറഞ്ഞ ഒരു നേതാവ് എന്തിന്? ഈ നേതാവല്ലേ പാർട്ടിയുടെ തോൽവിക്ക് കാരണം എന്ന് സ്വാഭാവികമായും ഈ നാട്ടിലെ സർവമാന ജനങ്ങളും ഇത് ഇക്കാര്യം അവർക്ക് ബോധ്യപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ശിക്ഷിച്ചതാണ്. വേണ്ട, നിങ്ങൾ ഇനിയും വരണ്ട എന്ന് പറഞ്ഞ് മൂലക്കിരുത്തിയതാണ് ആരെ? പിണറായി വിജയനെ അല്ലേ? നമുക്കറിയാം ധർമ്മടത്ത് പോലും 1.5 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് സാധാരണ ജയിക്കാറുള്ള ധർമ്മടത്ത് പോലും ഇത്തവണ കേവലം ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു സാധാരണ നേതാവ്, ആ ജില്ലയിൽ മാത്രം അറിയപ്പെടുന്ന ഒരു നേതാവ്, അയാളാണ് പിണറായി വിജയനോട് ഏറ്റുമുട്ടിയത്. ഒരു നേതാവും ഒരു കോൺഗ്രസിന്റെ നേതാവും അവിടെ പോയി പ്രസംഗിച്ചില്ല. ദുർബലനായ ആ യൂത്ത് കോൺഗ്രസ് നേതാവ് അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാമേരുവിനോട് ആ ധർമ്മടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയാളായിരുന്നു എതിർ സ്ഥാനാർത്ഥി. പക്ഷെ 6 റൗണ്ടുകളിൽ അല്ലേ, നമ്മളൊക്കെ ഞെട്ടിത്തെറിച്ചു പോയില്ലേ? ധർമ്മടത്ത് 6 റൗണ്ടുകളിൽ പിണറായി പിന്നിലാവുന്നു. കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ 1/3 ഭൂരിപക്ഷം അല്ലെ, 1/3 ഭൂരിപക്ഷത്തിന് മാത്രമാണ് പിണറായി വിജയൻ കഷ്ടിച്ച് ധർമ്മടത്ത് നിന്ന് ജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ധർമ്മടത്തുകാർക്ക് പോലും പിണറായി വിജയനെ വേണ്ട. ധർമ്മടത്തുകാർക്കും സ്വന്തം മണ്ഡലത്തിൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ വേണ്ട എന്ന് ജനങ്ങൾ പറയുന്ന ഒരു അവസ്ഥ അതിഭീകരമാണ്. ഇങ്ങനെ തോൽവിയിലേക്ക് അധപ്പതിച്ച ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. തോൽവിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര മാരകമായ തോൽവി, ഇത്ര അപമാനകരമായ തോൽവി പിണറായി വിജയന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഏറ്റവും വലിയ രസം ഇതൊക്കെ കഴിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവായി വീണ്ടും ഇയാൾ തന്നെ വരുന്നു. അവിടെയാണ് ആൾക്കാർക്ക് കലിപ്പ് കൂടിയത്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജഗജഗയായി നിൽക്കേണ്ടതാണ് പ്രതിപക്ഷം. നമുക്കറിയാം VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നു, അതല്ലെങ്കിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറയുന്നത് നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് VD സതീശൻ, അതിനു മുമ്പ് രമേശ് ചെന്നിത്തല, അതിനു മുമ്പ് VS അച്യുതാനന്ദൻ തുടങ്ങിയവരൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന, അതായത് ഭരണപക്ഷം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അതിനിശിതമായി പഠിക്കുകയും അതിന്റെ ശരിതെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും തെറ്റുകൾക്ക് നേരെ അതിനിശിതമായി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ എന്താ പറയാ, 100-ൽ നിൽക്കുക, അങ്ങനെയാണ് സാധാരണ പറയുക. നമ്മളെ കോട്ടയത്തൊക്കെ സാധാരണ പറയാ 100-ൽ നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് നനഞ്ഞ കോഴിയെ പോലെ പറഞ്ഞത് G സുധാകരൻ എന്ന് പറയുന്ന കാലത്തെയും കമ്മ്യൂണിസ്റ്റുകാരുടെ ആവേശമായ അമ്പലപ്പുഴയിൽ MLA ആയ CPM-ലെ ഏറ്റവും അഴിമതി രഹിതനായ ഒരു നേതാവ് എന്ന രീതിയിൽ നമ്മൾക്ക് ആദരിക്കുന്ന G സുധാകരൻ പറഞ്ഞു ഇയാൾ നനഞ്ഞ കോഴിയാണെന്ന് പറഞ്ഞു. നനഞ്ഞ കോഴിയെ പോലെ. അപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നനഞ്ഞ കോഴിയല്ല, വസന്ത പിടിച്ച കോഴിയാണ്, തൂക്കൽ പിടിച്ച കോഴിയാണ്. ആ രീതിയിലായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം കേട്ടോ. കാരണം പിണറായി വിജയന്റെ വാക്കുകൾക്ക് തീപ്പൊരിയുടെ എന്താ പറയാ ചൂടോ അത്തരത്തിൽപ്പെട്ട ഒരു മൂർച്ചയോ ഒന്നുമില്ല. വളരെ പതിഞ്ഞ താളത്തിൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കേൾക്കാൻ ആർക്കും സൗകര്യം. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയന്റെ പത്രസമ്മേളനം ഒരു ചാനലുകളും അത് ലൈവായി സംപ്രേഷണം ചെയ്തില്ല എന്ന് കൈരളി TV കരയുന്നതിനേക്കുള്ള കാരണം എന്താണ്? 52 മിനിറ്റ് നീണ്ടു നിന്ന ഒരു പിണറായി വിജയന്റെ പത്രസമ്മേളനം ആരും ഒരു ദൃശ്യമാധ്യമവും വേണ്ട രീതിയിൽ കവർ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ
എങ്ങനെ കവർ ചെയ്യാൻ പറ്റും? ഈ മനുഷ്യന്റെ ഒരു 5 മിനിറ്റ് പോലും ജനങ്ങൾക്ക് ഇയാൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള ക്ഷമയില്ലാന്നേ. കാരണം ആ രീതിയിൽ പതിഞ്ഞ ശബ്ദത്തിൽ അല്ലെങ്കിൽ ഓരോ വാക്കും നിർത്തി അതിന് കാലമൊക്കെ കഴിഞ്ഞു. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കത്തി കയറുക എന്നുള്ളതാണ്. ജീവിതമാകെ വേഗതയിലായിരിക്കുന്ന ഈ സമയത്ത് ഇയാളെ പോലെ ഒരു നനഞ്ഞ കോഴി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് സഹികെട്ട് KN ബാലഗോപാൽ പറഞ്ഞത് LOP എന്തെങ്കിലും വായ തുറന്ന് പറ NOP, ഇങ്ങനെ ഇരിക്കല്ല NOP എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പിണറായി വിജയന്റെ ഭക്തന്മാർ, പിണറായി വിജയന്റെ ആശ്രിതർ, പിണറായി വിജയന്റെ അടിമകൾ പോലും പിണറായി വിജയന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ എന്തൊരു പ്രതിപക്ഷ നേതാവാണ്, നിങ്ങൾ ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ കൂലിക്കൂടി ഇരിക്കുകയാണോ, ഒന്ന് എണീറ്റ് നിന്ന് വല്ല പറ എന്ന് പറയുന്ന അവസ്ഥ വരെ എത്തി കേട്ടോ. അപ്പൊ ഞാനിത് ഇത്രയും ഒരു പശ്ചാത്തലം പറഞ്ഞത് പിണറായി വിജയൻ മാത്രമാണ് ഈ പാർട്ടിയെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇപ്പോൾ കണ്ണൂരിൽ പിണറായി വിജയനെ മാറ്റുക, അതാണ് പാർട്ടിക്കുള്ളിലെ ഒരു കൂട്ടം നേതാക്കൾ ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞു. പിണറായി വിജയനെ ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിണറായി വിജയനെ അടിയന്തരമായി എന്ത് ചെയ്യണം? പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഇതാണ് ഒന്നാമത്തെ അജണ്ട. പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റണം. അത് കഴിഞ്ഞിട്ട് ധർമ്മടത്ത് നിന്ന് രാജിവെപ്പിക്കണം. ഇന്നോളം പിണറായി വിജയൻ കൊടുത്ത പ്രായത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പിൻവലിക്കണം. പിണറായി വിജയൻ അവിടെ വേണ്ട, ധർമ്മടത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ. ഇതിന്റെ ഒരു പൊട്ടിത്തെറിയാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തിന്റെ പേരിൽ. വിഴിഞ്ഞം ഒരു സംഭവമൊന്നുമല്ല. വിഴിഞ്ഞത്തിന്റെ പേരിൽ പിണറായി വിജയനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ധീരതയോടെ രംഗത്ത് വന്ന കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് ഇതിനാദ്യം തന്നെ വെടിമരുന്നിന് തീ കൊളുത്തിയത്. പിന്നാലെ KK ശൈലജ, PK ശ്രീമതി. നിങ്ങൾ ആലോചിച്ചു നോക്കണം, കണ്ണൂരിൽ പിണറായി വിജയനൊപ്പം തന്നെ തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ് EP ജയരാജൻ. കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും തലയെടുപ്പുള്ള 2 വനിതാ നേതാക്കളാണ് PK ശ്രീമതിയും KK ശൈലജയും. ഈ 3 പേരാണ് പറഞ്ഞത് വിഴിഞ്ഞം ഈ ഇടപാടിൽ അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ ഈ ഓഹരി വിൽപ്പനയിൽ ഒരു പ്രശ്നവുമില്ല, ഇത് സംബന്ധിച്ച് എന്തിന് വിവാദങ്ങൾ എന്ന് ചോദിക്കുകയാണ് EP ജയരാജൻ. KK രാഗേഷ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ പെട്ടി തൂക്കി പറയുന്നു അവിടെ നിന്ന് MD മാറ്റി, ദിവ്യ S അയ്യരെ അവിടെ നിന്ന് മാറ്റി, ഈ അദാനി പോർട്ടിന് സൗകര്യമൊരുക്കാൻ വേണ്ടിയിട്ട്, അദാനിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അദാനി പോർട്ടിന്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ S അയ്യരെ മാറ്റി എന്തോ വലിയ പാതകമാണ് എന്ന് പറയുമ്പോ KK ശൈലജയും ശ്രീമതിയും പറയുന്നു അതിലെന്താണ് തകരാറ്? കാരണം എല്ലാ സർക്കാരുകളും അവർക്ക് താല്പര്യമുള്ള IAS ഉദ്യോഗസ്ഥരെയാണ് ഓരോരോ പോസ്റ്റിലും നിയമിക്കുക. മുമ്പത്തെ സർക്കാർ നിയമിച്ചവരെ മാറ്റാറുണ്ട്. ദിവ്യ S അയ്യരുടെ കാര്യത്തിൽ മാത്രം എന്താണ് എന്ന് ഈ 2 വനിതാ നേതാക്കൾ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിനേക്കാളൊക്കെ മുമ്പ് MA ബേബി എന്ന് പറയുന്ന പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി അല്ലേ, MA ബേബിയാണ് വളരെ കൃത്യമായി പറഞ്ഞത് പാർട്ടിയുടെ ഈ രീതിയിലുള്ള വൻ വീഴ്ചക്ക്, വൻ പരാജയത്തിനുള്ള കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പെട്ടിതൂക്കിയായ, പിണറായി വിജയന്റെ 1-ാം നമ്പർ അടിമയായ MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുമാണ് എന്ന് ആദ്യമായി തുറന്നടിച്ചത് എന്ന് ഞാൻ ഇൻവെർട്ടർ കോമയിലാണ് പറയുന്നത്. ആ രീതിയിലല്ല പറഞ്ഞതെങ്കിലും അതിന്റെ ആന്തരാർത്ഥം അത് തന്നെയായിരുന്നു. എന്തുകൊണ്ട് തളിപ്പറമ്പിൽ തോറ്റു? MA ബേബി പറഞ്ഞത് എന്താണ്? തളിപ്പറമ്പിൽ ആ സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടി ഘടകങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടതായിരുന്നു. ആരായിരുന്നു ആ സ്ഥാനാർത്ഥി? MV ഗോവിന്ദന്റെ ഭാര്യ. എന്ന് പറഞ്ഞാൽ താൻ വിജയിച്ച ഒരു മണ്ഡലം താനല്ല മത്സരിക്കുന്നെങ്കിൽ പിന്നെ തന്റെ ഭാര്യ മത്സരിക്കട്ടെ, വേറെ ആരും മത്സരിക്കട്ടെ എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, എല്ലാവരും വെറുക്കുന്ന PK ശ്യാമള എന്ന് പറയുന്ന ഈ ഗോവിന്ദന്റെ ഭാര്യ എവിടെ മത്സരിപ്പിച്ചു? എല്ലാവരും എതിർത്തു, ജില്ലാ കമ്മിറ്റി മൊത്തം എതിർത്തു. എന്നിട്ടും അവിടെ മത്സരിപ്പിച്ചു. അപ്പോഴാണ് ആര് വരുന്നത്? TK ഗോവിന്ദൻ എന്ന് പറയുന്ന കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നു. അവിടെ മത്സരിക്കുന്നു. ശ്യാമളയെ, PK ശ്യാമളയെ തോൽപ്പിക്കുന്നു. അപ്പൊ ഇക്കാര്യം MA ബേബി EMS അനുസ്മൃതിയുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പാർട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ബേബി ആദ്യമായി MV ഗോവിന്ദൻ ചെയ്തത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. MV ഗോവിന്ദൻ ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ചെയ്തത് ശരിയല്ല. കാരണം ഇതൊക്കെ MV ഗോവിന്ദൻ മാത്രം ചെയ്യുന്നതല്ല കേട്ടോ, ഇതൊക്കെ പിണറായി വിജയന്റെ അനുഗ്രഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ MA ബേബി എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് നയിക്കുന്നത് പിണറായി വിരുദ്ധ പോരാട്ടം. സംസ്ഥാനത്ത് പിണറായിയെ നീക്കം ചെയ്യാനുള്ള ഈ പുതിയ ഒരു കലാപം, ഈ കലാപത്തിന് നേതൃത്വം വഹിക്കുന്നത് MA ബേബിയാണ്. അത് കഴിഞ്ഞിട്ട് EP ജയരാജനാണ്. നമുക്കറിയാം KN ബാലഗോപാൽ ഈ ഒരു ഇത്തരത്തിൽപ്പെട്ട ഒരു ബാക്കിംഗ് സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ കരുതുന്നുണ്ടോ നിയമസഭയിൽ പിണറായി വിജയനെ കൈ ചൂണ്ടിക്കൊണ്ട് LOP എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എണ്ണിരുന്ന് വല്ല പറ LOP എന്ന് പിണറായി വിജയനെ ശാസിക്കുമ്പോൾ
അത് കെ എൻ ബാലഗോപാൽ പൊടുന്നതിന് ചെയ്തതല്ല. കാരണം കെ എൻ ബാലഗോപാലും ഇക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആരൊക്കെയാണ്? എം എ ബേബി, ഇ പി ജയരാജൻ, കെ എൻ ബാലഗോപാൽ, കെ കെ ശൈലജ, പി കെ ശ്രീമതി, ഇനി ആരൊക്കെ? പി രാജീവ്. ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഒരു ഏറ്റവും ശക്തമായ ഒരു ചേരി പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ. പിണറായി വിജയൻ ധർമ്മടത്ത് രാജിവെക്കണം, അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. മറ്റൊന്ന്, ഇയാൾ പ്രതിപക്ഷ നേതാവായി തുടരേണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ കഴിഞ്ഞ 25 വർഷം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, 15 വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി, 15 വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടിയെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ പിണറായി വിജയൻ, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയായിട്ട് പാർട്ടിയെയും ഈ സംസ്ഥാന ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ പിണറായി വിജയൻ ഏറ്റവും അപഹാസ്യനായി പടിയിറങ്ങുകയല്ല കേട്ടോ, ചവിട്ടി തെറിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പിണറായി വിജയന്റെ ആശ്രിതരായിരുന്നു എന്നുള്ളതാണ്. പിണറായി ഭക്തരായിരുന്നു, പിണറായിയുടെ അടിമകളായിരുന്നു. ഇപ്പറഞ്ഞ ആളൊക്കെ ഇ പി ഒക്കെ പിണറായിയുടെ സംരക്ഷകനല്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ആ ഫ്ലൈറ്റിൽ പിണറായിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ 2 നേതാക്കൾ മറ്റേ കരിങ്കൊടി വീശിക്കൊണ്ട് പ്രതിഷേധം എന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞപ്പോ ഇത് പിണറായി വിജയനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, പിണറായി വിജയനെ വധിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ 2 ചെറുപ്പക്കാർക്ക് നേരെ ചാടി വീണ് ഇവരെ ആക്രമിച്ച ആളാണ് കേട്ടോ ഇ പി ജയരാജൻ. ആ ഇ പി ജയരാജനാണ് പറയുന്നത് വിഴിഞ്ഞത്തിന്റെ പേരിൽ എന്തിന് ഈ തരത്തിലുള്ള കോപ്രായ കളികൾ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ പിണറായി വിജയന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽപ്പെട്ട സമര ആഭാസങ്ങൾ ഇപ്പോൾ നേതൃത്വം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അദാനിയെ ഒന്ന് ഞെട്ടിപ്പിക്കണം. അദാനിയെ ഞെട്ടിപ്പിച്ച് അദാനിയിൽ നിന്ന് മാസപ്പടി തനിക്കും തന്റെ മോൾക്കും കിട്ടണം. ഇതൊറ്റ ഉദ്ദേശം മാത്രമാണ് പിണറായി വിജയനെ എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അതല്ലാതെ വേറെന്ത് കാര്യം? ഒരു കാര്യവുമില്ലാത്ത അദാനിയുടെ 49% ഷെയറുകൾ എപ്പോ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനം സജ്ജമായി 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദാനിക്ക് ഈ 49% ഷെയറുകൾ MSC കമ്പനിക്ക് വിൽക്കാം. ഒരു അപാകതയുമില്ല. ആ MSC കമ്പനിക്ക് വിൽക്കുമ്പോഴുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചു തന്നെയാണ് അദാനി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം അവര് ഈ കാര്യം ആരെയാണ് അറിയിക്കുന്നത്? ഏറ്റവും ആദ്യം അവർ ഇതിനെപ്പറ്റി ഒരു ബൈൻഡിങ് അഗ്രിമെന്റിൽ എത്തുന്നു. ഇതൊക്കെ ചട്ടപ്രകാരമാണ്. അത് കഴിഞ്ഞിട്ട് സെബി അറിയിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പബ്ലിക്കിനെ അറിയിക്കുന്നു, അത് കഴിഞ്ഞ് 4ാം ഘട്ടത്തിൽ സർക്കാരിനെ അറിയിക്കുന്നു, സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നു, അത് കഴിഞ്ഞിട്ട് കേന്ദ്രത്തെ അറിയിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കടമ്പകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ കൃത്യമായി അദാനി കമ്പനി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു ഇടപാടുമില്ല, സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള അദാനിയോട് വിധേയത്വമില്ല, ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ വരുത്തി തീർക്കുന്നു. എന്താണ് ഇവർ പറയുന്നത്? ഇവർക്ക് തന്നെ അറിയുന്നില്ല. എന്താണ് ഈ കരാറ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ചെയ്ത തെറ്റ് എന്ന് VD സതീശൻ കഴിഞ്ഞ തവണ പത്രസമ്മേളനത്തിൽ ചോദിച്ചു. എന്താണ് UDF ചെയ്ത തെറ്റെന്താണ്? അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2-3 ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. നേരത്തെ അനുമതി ചോദിച്ചില്ല, അതാ പറയുന്നത്. നേരത്തെ അനുമതി ചോദിച്ചതാണ് കത്ത് കൊടുത്തത്. ഇനി അതിനേക്കാൾ ഏത് നേരത്തെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പൊ അദാനി നേരത്തെ തന്നെ അനുമതി ചോദിച്ചു. അതിന് പകരം ഇവർ പറയുന്നത് കരാറിലൊക്കെ ഒപ്പിട്ടു, വിൽപ്പന നടത്തി എന്നൊക്കെയാണ്. കരാറിൽ ഒപ്പിട്ടിട്ടില്ല. കരാറിൽ ഒപ്പിടുന്നതിന്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുമതി ചോദിച്ചിരിക്കുന്നു, കത്ത് നൽകിയിരിക്കുന്നു. ഇനി അതിനേക്കാൾ ഏത് നേരത്തെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, ഇവിടെ കുത്തകവൽക്കരിക്കാൻ പോകുന്നു. ഈ കുത്തകവൽക്കരിക്കാൻ പോകുന്നു പറഞ്ഞാൽ MSC കമ്പനിക്ക് ഈ വിഴിഞ്ഞം തുറമുഖം കുത്തകവൽക്കരിക്കാൻ അവസരം ഒരുക്കുന്നു. ഈ MSC കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്നത് ഇവരാണ്, LDF സർക്കാരാണ്. കഴിഞ്ഞ LDF സർക്കാരാണ് MSC കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ ഇത്തരത്തിൽപ്പെട്ട ഒരു കരാറില്ലായിരുന്നിട്ടും ഈ വിഴിഞ്ഞത്തേക്ക് വന്നത് MSCയുടെ കപ്പലുകളാണ്. 99% MSCയുടെ കപ്പലുകളാണ്. ഇതിലൊരു അപാകതയുമില്ല. കാരണം ഈ ഷിപ്പിംഗ് രംഗത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണ് MSC കമ്പനി. അപ്പൊ അവരാണ് മുതൽ മുടക്കുന്നത്. മാത്രമല്ല ഈ കരാറിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മോണോപോളി ആവില്ല. ആർക്ക് വേണമെങ്കിലും ഏത് കമ്പനിക്കും കപ്പലുകൾ അടുപ്പിക്കാം. അപ്പൊ അതിലും ഇവരുടെ എന്താ പറയാ കുത്തകവൽക്കരണം എന്ന് ഇവർ പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല. കാരണം ഇത് കുത്തകവൽക്കരിക്കാൻ പറ്റില്ല. കാരണം കരാറിലുണ്ട്. കുത്തകവൽക്കരിക്കാൻ ശ്രമിച്ചാൽ ഈ കരാർ ലംഘനത്തിന്റെ പേരിൽ ഇവർക്കെതിരെ കോടതിയിൽ പോകാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യമില്ല. പിന്നെ സതീശന്റെ മംഗലാപുരം യാത്ര എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് ഇവർക്ക് തന്നെ തിരിച്ചടിക്കുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, പിണറായി വിജയൻ എന്തിനായിരുന്നു നിർമ്മലാ സീതാരാമനെ പോയി കണ്ടത്? അതെന്താണ്? അവിടെ എന്ത് ഡീലാണ് ഉറപ്പിച്ചത്? പിണറായി വിജയൻ എന്തിനാണ് 27 തവണ വിദേശത്തേക്ക് പോയത്? അതിനെ ദുബായ് വഴി പോയിരുന്നത്? എന്തായിരുന്നു അവിടുത്തെ ഇടപാട്? അങ്ങനെ ഓരോ അസ്ത്രങ്ങൾ, അതായത് ഭരണപക്ഷത്തിന് നേരെ പ്രതിപക്ഷം അയക്കുന്ന ഓരോ അസ്ത്രത്തിനും 100,000 അസ്ത്രങ്ങളാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ നമുക്കറിയാലോ, PM ശ്രീയുടെ കാര്യത്തിൽ, മറ്റേ ബെക്കാടി കമ്പനിയുമായുള്ള ചർച്ചയുടെ കാര്യത്തിൽ, അങ്ങനെ ഏത് കാര്യമെടുത്താലും പ്രതിപക്ഷത്തിന് ഒരു കാര്യവും ഉന്നയിക്കാൻ പറ്റുന്നില്ല. പിണറായി വിജയനാണെങ്കിൽ ഒരു കാര്യം അങ്ങോട്ട് സംസാരിക്കാനുള്ള ശേഷിയുമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്
ഈ കലാപം. അപ്പോൾ പിണറായി വിജയനും ഇ പി ജയരാജനും കെ ശൈലജയും പി കെ ശ്രീമതിയും പി രാജീവും കെ എൻ ബാലഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കൾ പിണറായി വിജയനെ ഏത് നിമിഷവും സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, ഇതൊന്നുമല്ല എന്താ പറയാ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. പിണറായി വിജയനെ മാറ്റിയാൽ പകരമാര്? അവിടെയാണ്. പിണറായി വിജയനെ മാറ്റിയാൽ പകരം നിങ്ങൾ ആരെയാണ് നേതാവായി കണ്ടെത്താൻ വേണ്ടി പോകുന്നത്? ഉത്തരം ആർക്കും ഇല്ലെന്നേ. അതാണ് പിണറായി വിജയൻ കഴിഞ്ഞ 25 വർഷം പാർട്ടിയെ തന്നെ കൈക്കുമ്പിളിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ ദുഷ്ടതരം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നത്, തന്റെ ശേഷം ആര് നേതൃത്വ സ്ഥാനത്തേക്ക് വരണമെന്ന് ആർക്കും നിശ്ചയിക്കാൻ പാടില്ല, ആരും വളരാൻ പാടില്ല. എല്ലാവരെയും അടിച്ചൊതുക്കിയിട്ട് എല്ലാവരും എന്താ പറയാ വളർച്ച മുരടിച്ച് ചിന്താശേഷിയില്ലാതെ ഇതിലാരാണ് ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവ്, ചിന്താശേഷിയുള്ള നേതാവ് ആരെങ്കിലും ഉണ്ടോ ഈ പാർട്ടിയിൽ? ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കോൺഗ്രസിന് നോക്കൂ, എത്ര നേതാക്കന്മാർ അല്ലേ, എത്ര 1ാം നിര 2ാം നിര 3ാം നിര നല്ല ജഗജഗ നിൽക്കുന്ന എത്ര നേതാക്കളാണ് കോൺഗ്രസിലുള്ളത്. BJPയിലേക്ക് നോക്കൂ, എത്ര നേതാക്കളാണ് ഉള്ളത്. പക്ഷെ സി പി എമ്മിൽ പിണറായി പിന്നെ ആരുമില്ലാന്ന്, എല്ലാം ഒന്നാം തരം മണുകുണാഞ്ചന്മാരാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ആരെയാണ് ഏത് വ്യക്തിയെയാണ് പിണറായിക്ക് ശേഷം നിങ്ങൾ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്തൊരവസ്ഥയാണ് എന്നുള്ളത്. അതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ കരുതുന്നു. ഇത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ പറയാൻ കാരണം, അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പിണറായി മാറിയാൽ പകരം ആ സ്ഥാനത്തേക്ക് എത്തുന്നത് ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അപ്പോൾ വൻ കലാപം സ്വാഭാവികമായും ഉണ്ടാകും. നേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടി തുടങ്ങിക്കഴിഞ്ഞാൽ അതോടെ പാർട്ടി, ഈ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അതിന്റെ തകർച്ചയുടെ അവസാനം അതായിരിക്കും നമ്മൾ കാണാൻ പോകുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.